ഗെറ്റിംഗ് റെഡി ഫോർ നവരാത്രി നൈറ്റ് 4. അപ്പം ആദ്യം തന്നെ എൻ്റെ ചൂല് പോലത്തെ മുടിയുടെ എൻസിലേക്ക് ഞാൻ നന്നായിട്ട് ഹെയർ സിറം അപ്ലൈ ചെയ്ത് കൊടുത്ത് ചീട്ട് കെട്ടി വെച്ച് അത് അവിടെ ഇരുന്ന് മാരിനേറ്റ് ആകുമ്പോഴത്തേക്ക് ക്ലീൻ ആയിട്ടുള്ള സ്കിന്നിലേക്ക് ഞാൻ ഈ ഒരു ബ്രൈറ്റനിങ് ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം SPF അടങ്ങിയിട്ടുള്ള ഈ ഒരു സൺസ്ക്രീൻ ആൻഡ് ഫൈനലി നമ്മുടെ ഇവിടെ ഷാൾ റെഡ് ടിൽബറി വന്നിട്ടുണ്ട്. അതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഓ മൈ ഗോഡ്, നെക്സ്റ്റ് ലെവൽ കവറേജ് ആണ് ഗൈസ്. കല്യാണങ്ങൾക്കൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു ഫൗണ്ടേഷൻ പൊള്ളിയാണ് കേട്ടോ, കൺസിലറിൻ്റെ തന്നെ ആവശ്യമില്ല. എന്നിട്ട് ഈ ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രം നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ടുള്ള ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കോറൽ ഷെയ്ഡായിട്ടുള്ള ഐ ഷെയ്ഡ് അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ണിൻ്റെ ഇന്നർ കോർണർ ടു ഇന്നർ വി വരെ ഞാൻ ഒരു വോം ഷെയ്ഡ് ഷിമർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗർഭയെ കളിച്ച് കഴിയുമ്പോൾ ഇത് വാട്ടർ പ്രൂഫ് ആണെങ്കിൽ പോലും കുറച്ച് പതുക്കെ മുകളിലേക്ക് സ്മജ് ആവാറുണ്ട്. അപ്പം ഞാൻ ഐലൈനറിൻ്റെ മുകളിലേക്ക് തന്നെ കുറച്ച് പതുക്കെ അറിയാത്ത പോലെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ടൊന്ന് തൊട്ട് കൊടുത്ത് പിന്നെ അവിടെ നനങ്ങൂല മസ്കാര അപ്ലൈ ചെയ്തു, ഐബ്രോ സെറ്റാക്കി, ഇവിടെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തു. എന്നിട്ട് സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ ഞാൻ മറന്നുപോയിടോ. ഗർഭയെ കളിച്ച് കുറെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മേക്കപ്പ് കാണാൻ വളരെ കേക്കി വിയർഡ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. സോ സെറ്റിംഗ് സ്പ്രേ ഇസ് എ മസ്റ്റ്. എന്നിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്ത് ടാറ്റടാ 4th ഡേ ആയിരുന്നു, യെല്ലോ കളർ തീം. സോ ദിസ് ഇസ് അവർ ഔട്ട്ഫിറ്റ്. അത് ഞാൻ മെറൂൺ സ്കർട്ടിൻ്റെ ഒപ്പം തന്നെ മെറൂൺ ദുപ്പട്ട എടുക്കാമെന്ന് വിചാരിച്ചു. ബട്ട് നോ, എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറിൻ്റെ ദുപ്പട്ട നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇത് ഞാൻ നോർമൽ പ്ലീറ്റിംഗ് അല്ല, നമ്മൾ ഷാള് പ്ലീറ്റ് ചെയ്യൂലേ ഇങ്ങനെ മടക്കി മടക്കി, അതുപോലെയാണ് ഞാൻ ഇത് എടുത്തേക്കണത്. എന്നിട്ട് സകല സ്ഥലത്ത് ഞാൻ സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്തു സോ ദാറ്റ് ആ ഒരു ദുപ്പട്ടയുടെ ആ ഒരു പെർഫെക്ഷൻ അതുപോലെ തന്നെ നിൽക്കാനായിട്ട്. ഹെയർ സ്റ്റൈൽ ഞാൻ ഇവിടെ ഹൈപ്പോണ് റിവേഴ്സ് ബ്രേഡ് ആയിട്ട് ചെയ്യണത്. എന്നിട്ട് ഈ ഒരു മെറൂൺ ആൻഡ് യെല്ലോ കളറിന്റെ ലേസ് ഇല്ല അതിനെ ഞാൻ ബ്രേഡ് ചെയ്തിട്ട് അതേ ഹെയർ സ്റ്റൈലിന്റെ ചുറ്റും ഇങ്ങനെ ചുറ്റി കൊടുത്തു. ഓക്സിഡൈസ് ആയിട്ടുള്ള ഗോൾഡ് ജ്വല്ലറി ആയിട്ട് ഞാൻ ഇവിടെ ഇടുന്നത്. എന്നിട്ട് പൊട്ടൊക്കെ തൊട്ട് ചൂന്തലൊക്കെ കുത്തിന് ശേഷം ഔട്ട്ഫിറ്റോട് മാച്ച് ആയിട്ടുള്ള ബാംഗിൾസ് ഇട്ടു, റിംഗ് ഇട്ടു, എന്നിട്ട് ഒരു കഫ് ബ്രേസ്ലെറ്റ് ഇട്ടു. എന്നിട്ട് ബാങ്ക്സിന് സെറ്റ് ആക്കാനായിട്ട് കുറച്ച് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കൊട്ടാക്കാണെങ്കിൽ പെർഫ്യൂം അപ്ലൈ ചെയ്തു. ഈ ഒരു വേസ്റ്റ് ബാഗ് ഇട്ടു. മമ്മിക്ക് പോകുന്ന എൻ്റെ മുടി കുറച്ച് ചേഞ്ച് ആയിരിക്കാം, മമ്മി അതിനെ സെറ്റ് ആക്കിയത്. സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. എല്ലാം പ്രൊഡക്ട്സ് ഞാൻ കാണിച്ചേക്കണത് ഇവിടെ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ശരി, ഞാൻ പോയി ഗർഭ അടിച്ചിട്ട് വരാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ വ്ളോഗ് ഞാൻ വ്ളോഗ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.